കഥയമമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാമേന്ദ്രൻ സാർ, എനിക്കിപ്പോൾ ഇത് ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരു യുദ്ധക്കപ്പൽ INS ബ്രഹ്മപുത്ര ഒരു തീപിടുത്തമുണ്ടായതിനു ശേഷം പിറ്റേ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ബോംബെ ഡോക്കിൽ ചെരിഞ്ഞ് കടലിൽ കിടപ്പാണ്. ഏതാണ്ട് 6000 കോടി രൂപ വിലയുള്ള 450ഓളം നാവികർ ജോലി ചെയ്യുന്ന ഇന്ത്യയുടെ കൂറ്റൻ യുദ്ധക്കപ്പലാണ്. അത് ഏതാണ്ട് നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ്. അത് ഉയർത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വിദേശത്തു നിന്നുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വേണം ഉയർത്താൻ. അപ്പോൾ നമ്മുടെ ഈ സമീപകാലത്ത് ഒരു 10-30ഓളം നമ്മുടെ യാനങ്ങൾ, സമുദ്രയാനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ 2 സബ്മറൈൻസ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതേ തുടർന്നൊരു നാവികസേനാ തലവൻ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ദുരൂഹമായ അപകടങ്ങൾ നമ്മുടെ സമുദ്രയാനങ്ങളിൽ, കപ്പലുകളിൽ, അന്തർവാഹിനികളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കഥകൾ പരിശോധിക്കുമ്പോഴാണ് പണ്ട് നമ്മുടെ ഒരു അന്തർവാഹിനിക്കുണ്ടായ ദുരൂഹമായ ഒരു അപകടത്തിൻ്റെ കാര്യം സാറ് പറഞ്ഞത്. അതിൻ്റെ കഥയൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? എന്തായിരുന്നു? അരിഹന്താണോ ആ അന്തർവാഹിനി? അതെ, ഇത് INS അരിഹന്ത്. അരിഹന്ത് എന്ന് പറഞ്ഞാൽ അരി എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ അന്തകൻ. അതാണ് അരിഹന്ത്. 2017 ഡോക്ലാം യുദ്ധമൊക്കെ സംഘർഷമൊക്കെ നടക്കുന്നുണ്ടല്ലോ ചൈനയുടെ. ആ സമയത്തൊക്കെ 2017 മൊത്തം ഈ അന്തർവാഹിനിയെ കാണുന്നില്ല. സംഘർഷങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കടലിലൊന്നും ഇതിനൊന്നും കാണുന്നില്ല. കേന്ദ്ര സർക്കാരൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 ജനുവരിയിൽ ഹിന്ദുവിലൊരു റിപ്പോർട്ട് വന്നു. 2017 ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു 2017 ഈ അന്തർവാഹിനി പ്രവർത്തനരഹിതമായിരുന്നു. ഇത് അരിഹന്ത് ന്യൂക്ലിയർ അന്തർവാഹിനിയാണ്. ആണവശക്തി കൊണ്ട് ആണവശക്തികളിൽ റിയാക്ടറിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി മാത്രമല്ല, എന്റെ ഓർമ്മ ശരിയാണോ, ആണവായുധങ്ങളുണ്ട്. തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ചതാണെന്ന്. അതെ അല്ല, ഇന്ത്യൻ മെയ്ഡാണ്. അതെ, ഇന്ത്യൻ മെയ്ഡാണ്. അപ്പോൾ ഹിന്ദുവിലെ റിപ്പോർട്ടിൽ പറഞ്ഞു 2017 ഈ അന്തർവാഹിനി പ്രവർത്തനരഹിതമായി 10 മാസത്തോളം അത് അറ്റകുറ്റപ്പണിയിലായിരുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു aft hatch was left open when it was docked എന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഡോക്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്ക് നങ്കൂരമിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഹാച്ച് എന്ന് പറഞ്ഞാൽ ഈ രക്ഷപ്പെടാൻ, അടിയന്തര ഘട്ടത്തിൽ രക്ഷപ്പെടാനായിട്ട് 2-3 കിളിവാതിലുകളുണ്ട്. എമർജൻസി എക്സിറ്റിനാണ് ഹാച്ച് എന്ന് പറയുന്നത് എന്ന് ആ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഹാച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ പലതിലുമൊക്കെ വരാൻ തുടങ്ങി. ഈ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ മറ്റു മാപ്പറകൾ പലതും ഹാച്ച് എങ്ങനെയാണ്, എങ്ങനെ രക്ഷപ്പെടണം, ഇവിടെ പട്ടണം പറത്തി അത് തുറന്നു വരും, അങ്ങനെ ധാരാളം റിപ്പോർട്ടുകൾ അതിൽ പറഞ്ഞിരുന്നു. പിന്നിലെ ഇടതുവശത്തായിട്ടായിരുന്നു ഹാച്ച്. ആ ഹാച്ച് വഴി കടൽ വെള്ളം കയറിയതാണ്. അത് ഉപ്പുവെള്ളമാണല്ലോ. അതുകൊണ്ട് പ്രൊപ്പൽഷൻ സെക്ഷൻ അപകടത്തിൽ വന്നു. 10 മാസം ഈ അന്തർവാഹിനി ഡീകമ്മീഷൻ ചെയ്തു. ഈ പൈപ്പ് ഉപ്പുവെള്ളം കയറിയിട്ട് അത് കേടായിപ്പോയി. അപ്പോൾ കൂളൻ്റ് ഉണ്ടല്ലോ, ഈ റിയാക്ടറിലേക്കൊക്കെയുള്ള വാട്ടർ കൂളൻ്റ് പൈപ്പ്, കാറുകൾക്കൊക്കെ ഉണ്ടല്ലോ കൂളൻ്റ്, എഞ്ചിൻ ചൂടാവുമ്പോൾ അത് തണുപ്പിക്കാനുള്ള സംവിധാനമാണ് കൂളൻ്റ്. അത് ആ പൈപ്പിൽ കൂടി ഉപ്പുവെള്ളം കയറിയിട്ട് ആ പൈപ്പുകളൊക്കെ മാറ്റേണ്ടി വന്നു എന്നൊക്കെ. ഈ തുടർന്നുള്ള എന്നിട്ട് വെള്ളം നീക്കേണ്ടി വന്നു. അതിനാണ് പൈപ്പുകൾ മാറ്റേണ്ടി വന്നു, വെള്ളം മുഴുവൻ നീക്കം ചെയ്യേണ്ടി വന്നു. അതിനാണ് 10 മാസം. പൈപ്പ് ഉപ്പുവെള്ളം കയറിയാൽ തുരുമ്പുണ്ടാവും. ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് വാട്ടർ കൂളൻറ്റിൻ്റെ വരവും പോക്കും പൈപ്പ് വഴിയാണ്. 83 മെഗാവാട്ടിൻ്റെ റിയാക്ടറാണ്. അപ്പോൾ പൈപ്പുകൾ അങ്ങനെ തന്നെ ഈ ഉപ്പുവെള്ളത്തിൽ തുരുമ്പിച്ചത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, റിസ്ക്കാണ്. അപ്പോൾ ആണവ ആയുധങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, മിസൈലും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ആണവ റിയാക്ടറാണ്. 6000 ടൺ ഭാരമുണ്ട്. വൻ ചെലവ് അതിന് വന്നിട്ടുണ്ട്. അതിന് ഈ സേവന ചെലവ് തന്നെ 3 ബില്യൺ ആയിരുന്നു. എന്ന് പറയുമ്പോൾ 25,100 കോടി ആണ് 3 ബില്യൺ എന്ന് പറയുന്നത്. ഒരു അരിഹന്തിന്റെ ഒരു സബ്മറൈൻ അന്തർവാഹിനി ഉണ്ടാക്കിയെടുക്കാനുള്ള ചെലവ് അത് തന്നെ. ഇതെങ്ങനെയായിരുന്നു? 25,000 കോടി രൂപയാണ്. അതായത് ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ ഒരു പരമ്പര നമ്മൾ പൊക്രാനിലാണ് സ്ഫോടനത്തിന് ശേഷം ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ടായതാണ് 5 അന്തർവാഹിനികൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്. അത് 1998 ആണ് ആ പ്ലാൻ തുടങ്ങുന്നത്.
അത് 900 ബില്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ് ഈ 5 എണ്ണം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ 75,30,439 രൂപ വരും ഈ 5 എണ്ണത്തിൻ്റെ ചെലവ്. രൂപയല്ല, കോടി രൂപ. അത് തന്നെ. അതാണ് ഇതിന് ഒരെണ്ണത്തിന് 25 ലക്ഷം വരുന്നത്. അങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ നമ്മൾ നമ്മുടെ 25 ലക്ഷം 25,000 കോടി. 25,000. അതാണ് 900 ബില്യണിൻ്റെ പ്രോജക്റ്റാണ് ഇത് തന്നെ ഇത്രയും ആയി. മറ്റേ ചെലവ് ഒരു വ്യക്തിയുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നു. റഷ്യൻ അക്വില ക്ലാസ് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ ആണവ യുദ്ധ അന്തർവാഹിനി അതിൻ്റെ മാതൃകയിലാണ് ഇന്ത്യ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പി ചിദംബരം പറഞ്ഞു, ഇത് ചെലവ് ഭയങ്കര കൂടുതലാണ്, നിങ്ങൾ പറയുന്നതിൻ്റെ ഇതിൻ്റെ അകത്ത് 4 മധ്യദൂര ആണവ ന്യൂക്ലിയർ മിസൈൽ എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയർ മിസൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാർ ഹെഡ് ആണവ ബോംബായിരിക്കും. അതാണ്. അപ്പോൾ 4 K4 മധ്യദൂര ആണവ മിസൈൽ എന്നാണ് ആ ആദ്യം പ്രോജക്റ്റിൽ പറഞ്ഞത്. അങ്ങനെ 4 മിസൈൽ മാത്രം വെക്കാനായിട്ട് എന്തിനാന്ന് ചിദംബരം ചോദിച്ചപ്പോൾ നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ നീളം കൂട്ടി, അന്തർവാഹിനിയുടെ നീളം കൂട്ടിയിട്ട് 12 K-15 ലഘുദൂര മിസൈലുകൾ കൂടി അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ചിദംബരം പറഞ്ഞതിനെ തുടർന്നൊരു പരിഷ്കരണം അതിൻ്റെ അകത്ത് വരുത്തിയതാണ്. പക്ഷേ ഈ ഇത്രയുമൊക്കെ ആളുകൾ ഭാവനയിലൊക്കെ വികസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ സംശയങ്ങളാണ് ഇതേപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ഉണ്ടായത്. എന്നിട്ട് അന്വേഷിക്കുമ്പോഴാണ് കണ്ടത് ഈ അന്തർവാഹിനിക്ക് ഹാച്ചുകളില്ല, എമർജൻസി എക്സിറ്റ് ഇല്ല, ഒരെണ്ണം പോലും ഇല്ല. പിന്നെ എങ്ങനെ അത് തുറന്നിട്ട് അപകടത്തിൽപ്പെടുന്നത്? പിന്നെ എങ്ങനെ അത് തുറന്ന് അപകടത്തിൽപ്പെടുന്നു? ഹിന്ദുവിൻ്റെ വാർത്ത തെറ്റായിരുന്നു. ഇരട്ട ഹൾ അതിനുണ്ടായിരുന്നു. അടച്ച ന്യൂക്ലിയർ റിയാക്ടർ, മൊത്തത്തിൽ അടച്ച ന്യൂക്ലിയർ റിയാക്ടർ വെസൽ, കപ്പൽ, അന്തർവാഹിനി ആയിരുന്നു അത്. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് വരുന്ന അന്തർവാഹിനിയിൽ ഹാച്ച് ഉണ്ട്, ഈ എമർജൻസി എക്സിറ്റ് ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട്, അന്നില്ല. റിയാക്ടറിൻ്റെ മുകളിലാണ് അതിരിക്കുന്നത്, ഈ ഫ്രഞ്ച് അന്തർവാഹിനികളിൽ ഇരിക്കുന്നത്. എക്കണോമിക് ടൈംസ് എഴുതിയിരുന്നു, സ്റ്റീം ടർബൈൻ ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്, ജനറേറ്റർ ഷാഫ്റ്റ് ഉണ്ട്, അവിടെയൊന്നും ഹാച്ചില്ല, കിളിവാതിലുകളില്ല. അതുകൊണ്ട് ഇല്ലാത്ത ഹാച്ച് വഴി കടൽ വെള്ളം കയറുകയില്ല എന്ന് എക്കണോമിക് ടൈംസ് പിന്നീട് എഴുതിയിരുന്നു. അപ്പോൾ എന്താണ് അരിഹന്തിന് പറ്റിയതെന്ന് അറിയില്ല. അതെ, ഡോക്കലാം പറയുന്നില്ല. പിന്നെ ഇങ്ങനൊരു ഹാച്ച് ഉണ്ടെങ്കിൽ, കിളിവാതിൽ ഉണ്ടെങ്കിൽ, എമർജൻസി എക്സിറ്റ് ഉണ്ടെങ്കിൽ അത് കൂടി വെള്ളം കയറുമ്പോൾ ഇത്രയും ചെലവുള്ള ഒരു യാനത്തിൽ അതിൻ്റെ വാണിംഗ് സിസ്റ്റം ഉണ്ടാവും, കുഴപ്പമുണ്ടാവുകയാണെന്നുള്ളത്. അങ്ങനൊരു വാണിംഗ് സിസ്റ്റവും അരിഹന്തിൻ്റെ അകത്തില്ല, ഇല്ല. അപ്പോൾ 2018 ഇത് സംശയമൊക്കെ ഉയർന്നു കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ സഹമന്ത്രി സുഭാഷ് ഭാംറെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു, അതിൻ്റെ കാരണം പുറത്ത് പറയില്ല, ദേശീയ സുരക്ഷയെ കരുതി ഇത് പറയാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഉത്തരവില്ല, ചോദ്യം മാത്രമേ ഉള്ളൂ, അരിഹന്തിന് എന്താണ് സംഭവിച്ചത്? അത് ഒരു ക്ലാസിഫൈഡ് ഇൻഫർമേഷനാണ്. എന്തെങ്കിലും ഇന്ത്യ ഡീക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ അന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കഥയമ്മ അന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് അരിഹന്തിന് എന്ത് പറ്റിയെന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.